പിന്നെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൈസ് വളരെ കുറവാണ്. ഈ ഒരു ഭാഗത്താണ് നമ്മുടെ സെറാമിക് ബ്രേക്ക് പാഡ്സ്. മോളുടെ ഹെൽമെറ്റ് എല്ലാവരും തിരക്കി നടക്കുന്ന ഒരു കളറാണ് ഈ ഒരു റെഡ് കളർ. ഇത് 390 കളറാണ് കേട്ടോ. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ഇതിൻ്റെ സെക്കൻഡ് സർവീസ് വീഡിയോയിനകത്ത് നമ്മുടെ ഷോറൂമിൽ കൊണ്ടുപോയപ്പോൾ അവിടുത്തെ അരുമ്പ്രോ പറഞ്ഞായിരുന്നു ഇതിൻ്റെ ബ്രേക്ക് പാഡ് തീർന്നിരിക്കുകയാണെന്ന്. പക്ഷേ അന്നത്തെ ദിവസം ഞാൻ അവിടുത്തെ ബ്രേക്ക് പാഡ് മാറാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ 390 ബ്രേക്ക് പാഡ് ഷോകമാണ് കേട്ടോ. വണ്ടി എടുത്ത് അന്ന് തൊട്ട് ഇന്ന് വരെ വണ്ടിക്ക് ബാക്ക് ബ്രേക്ക് കുറച്ച് കുറവാണ്. അപ്പം അത് കൂട്ടാനായിട്ട് ഒരുപാട് ഇതിൻ്റെ ബ്രേക്കിൻ്റെ ലിവർ കാര്യങ്ങളൊക്കെ ടൈറ്റൊക്കെ ചെയ്ത് നോക്കി, കുറച്ചും കൂടെ ബൈറ്റിങ് കൂട്ടാനായിട്ട്. എന്നിട്ടും വലിയ രീതിയിലേക്കുള്ള മാറ്റമൊന്നും സംഭവിച്ചില്ല കേട്ടോ. ടൈറ്റ് ചെയ്യുന്ന സമയം കുറച്ച് കിലോമീറ്റർ മാത്രം നല്ല ബൈറ്റിങ് കിട്ടും, പിന്നും പഴയടക്ക് പോകും കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പം ബാക്കിലത്തെ ബ്രേക്ക് പാഡ് തീർന്നിരിക്കുകയാണ്. ഫ്രണ്ടും ഒരുവിധം ഏകദേശം മട്ടായിരിക്കാൻ കേട്ടോ. അപ്പോൾ ബ്രേക്ക് പാഡ് മാറി ഞാൻ സെറാമിക് ബ്രേക്ക് പാഡിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി പോകാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇന്ന് ചെയ്യാൻ പോകുന്ന. അപ്പോൾ ഇപ്പോഴത്തെ ബ്രേക്കിൻ്റെ പെർഫോമൻസും ഇത് മാറിയിട്ടുള്ള സെറാമിക് ബ്രേക്ക് പാഡ് ഇട്ടതിന് ശേഷമുള്ള പെർഫോമൻസും കൂടെ രണ്ടും കൂടെ തമ്മിൽ വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. 390 ഫ്രണ്ട് ബ്രേക്ക് ഒരു രക്ഷയില്ലാത്ത ബ്രേക്കാണ്, പക്ക ബൈറ്റിക്കാണ്. ഇതിൻ്റെ സ്റ്റോക്കിന് വാങ്ങിച്ചിടുന്നത് എനിക്ക് ഏറ്റവും ബെറ്റർ. പക്ഷേ ഇതിനുള്ള ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ മഴയത്തൊക്കെ പോകാൻ നേരത്തെ ഇതിൻ്റെ അകത്ത് പൊടി കയറിയിരുന്ന് ബ്രേക്ക് പിടിക്കാൻ നേരത്ത് കിറക്കറല്ലേ കീ ആ ഒരു സൗണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനാണ്. അത് കേൾക്കാൻ നേരത്ത് പിന്നെ ഷോറൂമിൽ കൊണ്ട് ഒന്നുകൂടെ ക്ലീൻ ചെയ്തിടും, അടുത്ത മഴയ്ക്ക് പിന്നെ ആ സൗണ്ട് വരും. പക്ഷേ ഈ സെറാമിക് ആക്കാൻ നേരത്ത് ആ ഒരു ഇഷ്യൂ പോകുന്നൊക്കെയാണ് യൂസ് ചെയ്ത ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നേരെ ആറ്റിങ്ങിലോട്ട് പോവാം. ബ്രേക്ക് പാഡ് മാറാനായിട്ട് ആറ്റിങ്ങ മോട്ടോ അവന്യൂ എന്നൊരു ഷോപ്പുണ്ട്. അപ്പോൾ ആ ഷോപ്പ് എല്ലാവർക്കും അറിയായിരിക്കും, ആറ്റിങ്ങ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും. മോട്ടോ അവന്യൂ സർവീസും സെയിലും ഉള്ളൊരു ഷോപ്പാണ് കേട്ടോ. അപ്പോൾ നേരെ അവിടെ ചെല്ലാം. ഇതാണ് നമ്മുടെ ഷോപ്പ്, മോട്ടോ അവന്യൂ. സർവീസ് ഇതിൻ്റെ താഴെയാണ് കേട്ടോ. അപ്പോൾ താഴോട്ട് പോയിട്ട് വേണം ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ ആദ്യം അകത്ത് കയറിയിട്ട് ബ്രേക്ക് പാഡ് നോക്കാം. അപ്പോൾ ഇതാണ് ഷോപ്പിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇവിടെ ഞാനിപ്പോൾ ബ്രേക്ക് പാഡ് വാങ്ങാൻ വേണ്ടി മാത്രമാണ് വന്നത്. പക്ഷേ ഇവിടെ ബാക്കി എല്ലാ ആക്സസറീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഹെൽമെറ്റ്, വണ്ടിയുടെ മോഡിഫൈഡ് സാധനങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ തന്നെ ഫിറ്റിങ്ങും കാര്യങ്ങളെല്ലാം ഉള്ളതാണ് കേട്ടോ. പക്ഷേ അതിൻ്റെയൊന്നും വീഡിയോ നമ്മളിപ്പോൾ ചെയ്യുന്നില്ല. വേണമെങ്കിൽ അതിന് കമൻറ്റ് ഇട്ടോ, നമുക്ക് പിന്നീട് ദിവസം ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ സെറാമിക് ബ്രേക്ക് പാഡ്സ് ഒക്കെ ഇരിക്കുന്നത് കേട്ടോ. എല്ലാ വണ്ടിക്കുള്ള ഇവിടെ ഇരിപ്പുണ്ട്. വെർസയുടെ സെറാമിക് ബ്രേക്ക് പാഡ്സ് ആണ്. അപ്പോൾ നമുക്ക് വേണ്ട 390 അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് GTക്ക് ഉണ്ട് 200, 390, 125, 200. ഇതിനെല്ലാത്തിനും ഒരു സൈസ് തന്നെ കേട്ടോ. ഇത് നമുക്ക് ജിക്സർ, ASF, CBR 250 അതിൻ്റെയൊക്കെ നമുക്കിപ്പോൾ 390 എടുക്കേണ്ടത്. വണ്ടിക്കുള്ളതുണ്ട് കേട്ടോ. CBR 150, NS 220, ഹോണ്ട എല്ലാ വണ്ടികളും ഉണ്ട്. അപ്പോൾ ഇതിന് 390 രണ്ടെണ്ണം എടുക്കാം, ഫ്രണ്ടും ബാക്കും എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഫിറ്റിക്സിലോട്ട് പോവാം. ഇപ്പോൾ 390 ഈ ഹോണ്ട സുസുക്കിന്ന് എഴുതിക്കുന്ന ഈ മോഡലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഏതാണ് കേട്ടോ? ഇതല്ലേ 9068 953 ഇതാണ് നമ്പർ. അപ്പോൾ ആ നമ്പർ വെച്ചിട്ടാണ് രണ്ട് ബ്രേക്ക് പാഡ് എടുത്തിട്ടുള്ളത്. അപ്പോൾ താഴെ കൊടുത്താൽ മതി അല്ലേ? ഓ, ഇതിൻ്റെ പ്രൈസ് എങ്ങനെ വരുന്ന വരണം? 999. അത് എല്ലാ മോഡലും തന്നെയല്ലേ? ഇതിപ്പോൾ സൂപ്പർ ബൈക്സിൻ്റെ ഒക്കെ ഉണ്ടോ? ആണല്ലേ? നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എല്ലാത്തിനും ഒരു കൊടുക്കുന്നുണ്ട്. റോയൽ എൻഫീൽഡ്, ബജാജ്, ഹോണ്ട, സുസുക്കിയുടെ വരുന്നുണ്ട്, ഹാർലി ഡേവിഡ്സൺ വരുന്നുണ്ട്, BMW വരുന്നുണ്ട്, ട്രയംഫ് വരുന്നുണ്ട്, ഡുക്കാറ്റി വരുന്നുണ്ട്, ബെന്നി വരുന്നുണ്ട്, എല്ലാത്തിനും വരുന്നുണ്ട്. ശരി ശരി. അപ്പം ഇതിൻ്റെ എല്ലാ മോഡൽസിൻ്റെയും ബ്രേക്ക് പാഡ്സ് ഇവിടെ അവൈലബിൾ ആണ്. പക്ഷേ നിഞ്ച, ബെന്നി എന്നീ തുടങ്ങിയ മോഡൽസിൻ്റെ എല്ലാത്തിൻ്റെയും ബ്രേക്ക് പാഡ്സ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമുക്കിപ്പം ഇപ്പോൾ നിഞ്ചയുടെയൊക്കെ ഒറിജിനൽ ബ്രേക്ക് പാഡിൻ്റെയൊക്കെ റേറ്റ് നോക്കുമ്പം നല്ല കുറച്ച് കോസ്റ്റ്ലി ആയിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. അതിപ്പോൾ 390 തന്നെ ഫ്രണ്ട് ബ്രേക്ക് പാഡ് വരാൻ നേരത്ത് 1000-ന് പുറത്ത് പോകും. അപ്പോൾ ഇവിടെ എനിക്ക് ആയിട്ടുള്ളത് 999 അല്ലേ, 900 സംതിങ് ആണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് വലിയ റേറ്റ് ആവുന്നില്ല. മാത്രമല്ല നല്ല പെർഫോമൻസും കിട്ടുന്ന ഒരു ബ്രേക്ക് പാഡ്സ് ആണ് കേട്ടോ. അപ്പം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സർവീസ് ഈ സ്റ്റെപ്പറിങ് താഴോട്ട് പോകണം കേട്ടോ. പക്ഷേ വണ്ടി ഇവിടെ തന്നെ വെച്ചിട്ടുള്ള. അപ്പോൾ അതുകൊണ്ട് കറക്കി ആയിട്ട് താഴോട്ട് കൊണ്ടുപോകാമേ. ജസ്റ്റ് ഒന്ന് ഈ ബ്രേക്ക് പാഡ് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കാം കേട്ടോ. അതിൻ്റെ അകത്തുള്ള കാണാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതാണ് സംഭവം. ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ വെർസാമ ഇതിൻ്റെ ബ്രാൻഡ് നെയിം എഴുതിയിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല. ഇതിൻ്റെ ബ്രേക്ക് പാഡിൻ്റെ അവിടെ ചെറിയ ഗോൾഡിങ് തിളക്കം അങ്ങനെയൊക്കെ പറയാം. ആ സാധനമൊക്കെ ഉണ്ട് കേട്ടോ. കുറവായിരുന്നല്ലേ?
കാഴ്ച ഫ്രണ്ടിലത്തെ ബ്രേക്ക് പാഡ് ഞാൻ പറഞ്ഞില്ല, അവിടെ നിന്ന് മാറേണ്ട അത്യാവശ്യമൊന്നും ഇല്ലായിരുന്നുണ്ട്. ഇനിയും ഒരുപാട് ഓടാണ്ട്. ഫ്രണ്ടിൽ ബ്രേക്ക് പാഡിൻ്റെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ പക്ക ക്വാളിറ്റി ബ്രേക്ക് തന്നെ കേട്ടോ. ഫ്രണ്ടിലത്തെ ബ്രേക്കും പക്ക ക്വാളിറ്റിയാണ്. പക്ഷേ ഇത് മാറുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആ കീക്കി സൗണ്ട്. പക്ഷേ ഒന്ന് ഇളക്കി ക്ലീൻ ചെയ്ത് ആ കീക്കി സൗണ്ടൊക്കെ മാറും. എങ്കിലും സെറാമിക് ബ്രേക്ക് പാഡ് ഇട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അത് ഇട്ടിട്ട് അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കാം. അങ്ങനെ ഇതിലും നല്ല പെർഫോമൻസ് ഇത് കിട്ടുകയാണെങ്കിൽ പിന്നെ കണ്ടിന്യൂ ആയിട്ട് ഈ ബ്രേക്ക് പാഡ് തന്നെ യൂസ് ചെയ്യാൻ നോക്കാം കേട്ടോ. പക്ഷേ ഇതാണ് നമ്മുടെ ട്രെയിനിൻ്റെ ബാക്കിലെ ബ്രേക്ക് പാഡ് കേട്ടോ. ഇതിപ്പം ഏകദേശം മട്ടായി, ഫുള്ള് തീർന്നില്ല, ഏകദേശം മട്ടായിരിക്കുകയാണ്. പിന്നെ ഇതിന് പ്രത്യേകിച്ച് ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ലേ, ഫ്രണ്ടിലത്തെ അത്ര ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പം ബാക്കിലെ ബ്രേക്ക് പാഡ് ഇവിടെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലത്തെ ബ്രേക്ക് പാഡും ചേഞ്ച് ആക്കി ബാക്കിലേയും ചേഞ്ച് ആക്കി കേട്ടോ. അപ്പം പിന്നെ മാറിയ ബ്രേക്ക് പാഡ്സാണ് ഇതായത്. രണ്ടും ഞാൻ എന്തായാലും കളയുന്നില്ല, രണ്ടും ഒരു കവറിനകത്തിട്ട് വീട്ടിൽ കൊണ്ടുപോകാം കേട്ടോ. ഇപ്പോഴെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിൽ ആവശ്യം വരുമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഫ്രണ്ടിലത്തെ ബ്രേക്ക് പാഡായിരിക്കും നമുക്ക് ആവശ്യം വരുന്നത്. അത് കുറച്ചുകൂടെ ഓടാനായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളെ വണ്ടിയുടെ വർക്ക് ഫുള്ള് കഴിഞ്ഞ് ഞാൻ ഷോപ്പ് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ബ്രേക്ക് പാഡ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഷോപ്പിൻ്റെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഡിസ്പ്ലേയിൽ കൊടുത്തേക്കാം. ഒരുപാട് കളക്ഷൻ നമ്മൾ ഈ സെറാമിക്കിൻ്റെ ബ്രേക്ക് പാഡ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഇതിപ്പം കിട്ടാനില്ലാത്ത സാഹചര്യം ആരെങ്കിലും ഉണ്ടെങ്കിൽ ഷോപ്പിൽ നേരിട്ട് വിളിച്ചാൽ അവിടെ ഓൾ ഇന്ത്യ കൊറിയർ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ബാക്കി ഹെൽമെറ്റിൻ്റെ കളക്ഷനൊക്കെ കാണണമെങ്കിൽ ഈ സ്റ്റെയർ കയറി മുകളിലോട്ട് പോകണം കേട്ടോ. അപ്പോൾ അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് പോയി കാണിച്ചു തരാം. ഹെൽമെറ്റിൻ്റെ കളക്ഷൻ മാത്രമല്ല എല്ലാം കാണിച്ചു തരാം. ഇതാ നിൽക്കുന്ന ഹെൽമെറ്റിൻ്റെ ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ സൈഡ് നോക്കുകയാണെങ്കിൽ നമ്മളെ എല്ലാ സ്റ്റുവിൻ്റെ മോട്ടോക്രോസ് ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ നമ്മൾ ആക്സോൻ്റെ തന്നെ ഇതിൻ്റെ പേര് മറന്നുപോയി ഞാൻ. പിന്നെ ബിൽമോള ഹെൽമെറ്റിൻ്റെ തിരക്കി നടക്കുന്നൊരു കളർ, എല്ലാവരും തിരക്കി നടക്കുന്നൊരു കളറാണ് ഈ ഒരു റെഡ് കളർ കേട്ടോ. എൻ്റെ അടുത്ത് തന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഷോപ്പിൽ ഈ ഒരു റെഡ് കളർ ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് പറയാനായിട്ട്. നമ്മുടെ മോട്ടോ അവന്യൂ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഷോപ്പിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി. അതിൻ്റെ എല്ലാ സൈസും കാര്യങ്ങളൊക്കെ ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും വേണമെങ്കിൽ നേരിട്ട് വിളിച്ചാൽ മതി. അതിൻ്റെ തന്നെ വേറെ യെല്ലോ കളർ കിടപ്പുണ്ട് ബിൽമോള. എന്താ ഈ ഒരു സൈഡ് ആക്സോറിൻ്റെ കളക്ഷൻ, പിന്നെ ലേഡീസിനൊക്കെ പറ്റിയ സ്റ്റീൽ ബാൻഡിൻ്റെ കളക്ഷൻ, പിന്നെ SMKയുടെ കളക്ഷൻസ്, റൈഡെക്സ്, ആക്സിസ്. ഈ സൈഡിൽ നമുക്ക് ജാക്കറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ BBGയുടെ കിടപ്പുണ്ട്, പിന്നെ ടാർമാർക്ക്, അങ്ങനെ ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. റൈഡിങ് പാൻറ് കിടപ്പുണ്ട്, അതും BBGയുടെ ഒന്ന് കിടപ്പുണ്ട്. ബാക്കിയൊക്കെ കാണും കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് കണ്ണിൽ കാണുന്നത് മാത്രം പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ക്യാഷ് കാർഡും ഇത് 390 ക്യാഷ് കാർഡാണ് തോന്നുന്നു കേട്ടോ. നമ്മൾ ലഡാക്ക് ട്രിപ്പൊക്കെ പോകുന്ന നേരത്ത് കുറച്ചുകൂടെ സേഫ്റ്റിയൊക്കെ തരുന്ന ഒരു ക്യാഷ് കാർഡാണ്. 390 തോന്നുന്നത്. പിന്നെ ഒരുപാട് സാഡി സ്റ്റേയും ബാക്ക് ക്യാരിയറും കാര്യങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോകാൻ നേരത്ത് ഈ ഒരു സൈഡിൽ എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ആർക്കെങ്കിലും കൊതിയാവുന്നുണ്ടോ ഈ ഒരു എക്സോസ്റ്റ് കാണുമ്പോൾ? എനിക്ക് പക്ഷേ കൊതിയാവുന്നുണ്ട് കേട്ടോ. ഇതിലെനിക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് എക്സോസ്റ്റ് ഏതെന്ന് ചോദിച്ചാൽ ഞാനിപ്പം പെട്ടെന്ന് പറയുമെങ്കിൽ ഇത് കൊള്ളാം. കുറച്ച് ഹെവിയാണ്, പക്ഷേ ഇത് കൊള്ളാം. പിന്നെ അല്ലാതെ കുറച്ചും കൂടെ ക്യൂട്ടായിട്ടിരിക്കുന്ന എക്സോസ്റ്റ് ചോദിച്ചാൽ ഇത് പറയും. ഇതിൻ്റെ തന്നെ കാർബൺ ഈ സൈഡ് കാർബൺ ഫൈബർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കാർബൺ ഫൈബർ മൊത്തത്തിൽ വരുന്നൊരു എക്സോസ്റ്റ് ഉണ്ട്. അതിപ്പോൾ ഇവിടെ ഇല്ല, കാണുമായിരിക്കാൻ അറിയത്തില്ല. പിന്നെ അത് ആ ഒരു ബൂട്ട് കിടപ്പുണ്ട്, BBGയുടെ ഒരു റൈഡിങ് ഒരു ബൂട്ട് എടുക്കണം ഒരാഗ്രഹമാണ് കേട്ടോ. ഒരു ഇൻ്റർകോം എടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇത് കണ്ടപ്പോൾ എടുത്ത് നോക്കിയതാണ്. ഇതിൻ്റെ റേറ്റ് എത്ര ആവും? 500 അല്ലേ? ഇതിപ്പോൾ എല്ലാ ഡിവൈസുമായിട്ട് കണക്റ്റ് ആവും. നമ്മളിപ്പോൾ സാധനം വേറെ മോഡൽ വേറെ കമ്പനിയുടെ ഇൻ്റർകോമായിട്ട് ഈ ഇൻ്റർകോം കണക്റ്റ് ആവുമെന്നാണ് ചോദിക്കുന്നത്. ആയിരിക്കും അല്ലേ? ക്വാളിറ്റി ഒരു മാസവും ബ്രോയുടെ സെയിം ഇരിപ്പുണ്ടല്ലേ? അതല്ലേ പാട്ടൊക്കെ അങ്ങനത്തെ ക്വാളിറ്റിയൊക്കെ എങ്ങനെയുണ്ട്? അതല്ലേ? ഓ ലോങ് റൈഡിൽ ചാർജാണല്ലോ ഏറ്റവും മെയിൻ അല്ലേ? ഓക്കെ ഇന്ന് എടുക്കണം എനിക്ക്. അപ്പം ഇപ്പം എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഞാൻ ഷോപ്പിൽ ജസ്റ്റ് വണ്ടി എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ബ്രേക്കിൻ്റെ പെർഫോമൻസ് ഇപ്പോഴാണ് ഞാൻ നോക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച അത്രയ്ക്ക് ഉള്ളൊരു പെർഫോമൻസ് ഇതിൽ നിന്ന് കിട്ടുന്നില്ല. ഫ്രണ്ട് ബ്രേക്ക് നോക്കുകയാണെങ്കിൽ 320 സ്റ്റോക്ക് ബ്രേക്ക് പാഡിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, ആ ബൈറ്റിങ് ഈ ഒരു ബ്രേക്ക് പാഡ് കിട്ടുന്നില്ല. ഗൈസ് പറഞ്ഞതിൽ ചെറിയൊരു തിരുത്തുണ്ട് കേട്ടോ. ഞാൻ വണ്ടി അവിടെ നിന്ന് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞ് ബ്രേക്ക്
അത്രയ്ക്ക് പോരാ എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ അങ്ങ് സാഡായിപ്പോയി. ബ്രേക്ക് ഇത്രയും പൈസ എടുത്ത് മാറിയിട്ടും വിചാരിച്ച ആ പെർഫോമൻസ് വരാത്തതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് സാഡായിപ്പോയി. പക്ഷേ കുറച്ച് കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 6 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ വണ്ടിയുടെ പെർഫോമൻസ് ഇങ്ങനെ കയറി വന്നു കേട്ടോ. ഫ്രണ്ട് അടുത്ത് ബ്രേക്കിംഗ് ഒക്കെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നപ്പോൾ ഒട്ടുമില്ല, ചെറിയൊരു പിടുത്തം മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. പിന്നെ അങ്ങോട്ട് ഒരു 6 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ എൻ്റെ പൊന്നോ പഴയ ബൈറ്റിങ്, പഴയതിനേക്കാളും ആ ഒരു ബൈറ്റിങ് നമുക്കിപ്പോൾ ഈ ബ്രേക്ക് പാഡ് കിട്ടിയിട്ടാ. പിന്നെ റിയർ ബ്രേക്ക് പറയുകയാണെങ്കിൽ അവിടെ വെച്ച് ഇതണക്കായിരുന്നു, ഭയങ്കര ഷോക്കായിരുന്നു. എനിക്ക് വ്യത്യാസം ഒന്നും തോന്നിയില്ല കേട്ടോ. അത് ഇതണക്കൊരു 6-7 കിലോമീറ്റർ കഴിഞ്ഞപ്പം ബ്രേക്ക് എടുത്ത് ബ്രേക്കും പയ്യെ ഇവിടെ തന്നെ ഡിസ്ക് തന്നെ ചെറുതായിട്ട് അറിയാൻ പറ്റും, ചെറിയ കളർ ഫേഡിങ്ങും ആയി തുടങ്ങി കേട്ടോ. ബ്രേക്ക് ഇപ്പോഴാണ് ഓറഞ്ചൊന്ന് സെറ്റായിക്കൊണ്ട് നിൽക്കുന്നത് കേട്ടോ. പക്കായില്ല, ഇനിയും കുറച്ചുകൂടെ ഓറഞ്ച് സെറ്റാവാൻ വേണ്ടി ഞാൻ 1 കിലോമീറ്ററൊന്നും ഓടിയില്ല. കുറച്ചുകൂടെ ഓരാൻ നേരത്ത് ഇനിയും കുറച്ചുകൂടെ ഓറഞ്ച് സെറ്റാവാൻ നേരത്ത് ഇനിയും വണ്ടിയുടെ പെർഫോമൻസ് കൂടുമെന്ന് തോന്നുന്നു. ഇപ്പം തന്നെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, പക്ക സാറ്റിസ്ഫൈഡ് ആണ്. എന്ന് വെച്ചാൽ വണ്ടി ഇപ്പോൾ ബ്രേക്ക് പിടിക്കാനത് ABS ആണ് എപ്പോഴും വർക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റോക്ക് ബ്രേക്ക് പാഡിൽ നിന്ന് സെറാമിക്കിലോട്ട് വന്നപ്പോൾ ഞാൻ മുമ്പ് യൂസ് ചെയ്യുന്ന കണക്ക് റിയർ ബ്രേക്ക് യൂസ് ചെയ്തപ്പോൾ ABS വർക്ക് ആവുന്നത്. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ബൈറ്റിങ് കൊടുത്ത് ബ്രേക്ക് ജാം ആവുന്നു. അപ്പോൾ അതുകൊണ്ട് ABS വർക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പിന്നെ ABS ഓഫാക്കി സൂപ്പർ മോട്ടോ മോഡിൽ ഇട്ട് ഓടിച്ച് നോക്കി. ആളൊഴിഞ്ഞ റോഡിലാട്ടോ, ഇതുപോലത്തെ റോഡിലാണ് കേട്ടോ. ആളൊഴിഞ്ഞ റോഡിൽ ജസ്റ്റ് ഒന്ന് പിടിച്ചപ്പം പഴയ ബ്രേക്കിങ്ങിൻ്റെ ആ ഒരു ബൈറ്റ് കൊടുത്തപ്പോൾ ബെയർ വീല് ലോക്കായി വണ്ടി സ്പിന്നായി. അപ്പം നല്ലൊരു പെർഫോമൻസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബ്രേക്ക് പാഡ്സിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കുറച്ചുകൂടെ ലൈഫ് കിട്ടും. നമുക്ക് സാധാ സ്റ്റോക്കിനേക്കാളും കുറച്ചുകൂടെ നല്ല ലൈഫ് ഈ ഒരു ബ്രേക്ക് പാഡിൽ കിട്ടും കേട്ടോ. അതിപ്പം ഞാൻ യൂസ് ചെയ്തിട്ട് പറയില്ല, യൂസ് ചെയ്ത ആൾക്കാർ പറയാൻ കേട്ടോ. പിന്നെ നമുക്ക് ഈ ബ്രേക്കിൽ നിന്ന് വരുന്ന നോയ്സും കാര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കി കിട്ടും. ഇപ്പോൾ ഞാൻ ഫ്രണ്ട് ഡിസ്കിൻ്റെ കേസ് ഞാൻ പറഞ്ഞ കണക്ക് എനിക്ക് സ്റ്റോക്കിൽ ഈ മഴയത്തൊക്കെ പോകാൻ പൊടിയെല്ലാം അടിച്ചേറി ബ്രേക്ക് കുടിക്കാനത്തെ ഒരു സൗണ്ട് ഭയങ്കര ഇറിറ്റേഷനായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ആ ഒരു സൗണ്ട് ഈ ഒരു ബ്രേക്ക് പാഡ് ഇടുമ്പോൾ അത് മാറി കിട്ടുമെന്നൊക്കെയാണ് എല്ലാവരും പറയാറ്. അതും നമുക്കൊരു ഗുണമായിട്ട് എടുക്കാം. പിന്നെ ഗുണം എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൈസ് കുറവാണ്. എന്ന് വെച്ചാൽ ഈ ഒരു കാറ്റഗറി, ഈ 390 കാറ്റഗറിയിൽ നിന്ന് മുകളിലോട്ടുള്ള ബൈക്കിന് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് വളരെ കുറവാണ്. അതിന് താഴോട്ട് പോകാൻ നേരത്ത് ഇത് കൂടുതലാണ്. ഇപ്പോൾ 220ക്ക് ഇപ്പോൾ ഈ ബ്രേക്ക് പാഡ് ഇടുകയാണെങ്കിൽ 999 രൂപയാണ് ബ്രേക്ക് പാഡിൻ്റെ വില. 220യുടെ സ്റ്റോക്കിന് എത്ര 300 അത്ര രൂപയുള്ളൂ കേട്ടോ. അപ്പോൾ 220ക്കൊക്കെ ആവാൻ നേരത്ത് കുറച്ചൊരു ഹൈ പ്രൈസാണ് ഈ ഒരു ബ്രേക്ക് പാഡ്. ഈ 390ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിന് ലോ പ്രൈസ് തന്നെ അറിയാം. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് പാഡിന് സ്റ്റോക്ക് വരുന്നത് 1000-ന് പുറത്തൊക്കെ പോകും കേട്ടോ. അപ്പം നമുക്ക് സെറാമിക് ആവാൻ നേരത്ത് 1000 രൂപ ആവുന്നുള്ളൂ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ വാല്യൂ ഫോർ മണിയാണ് ഈ ഒരു ബ്രേക്ക് പാഡ്. തുടക്കത്തിൽ പറഞ്ഞാൽ യൂസ്ഫുൾ ആവുന്നൊരു വീഡിയോ ആണെന്നും. അപ്പം ഇത് ഉപയോഗിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ 390 യൂസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയാം, BS6 മോഡലിൽ BS4 മോഡൽസിനൊക്കെ റിയർ ബ്രേക്ക് ശകലം കുറവാണ്. അപ്പോൾ ഈ ഒരു ബ്രേക്ക് പാഡ് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് യൂസ് ആവും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളത്. അപ്പം ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ചെറിയൊരു വീഡിയോ എന്തെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആയതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരയ്ക്കും ഗുഡ് ബൈ.